கோகில அவளோட ஸ்நேகம் நான் திருச்சி அறியும்போதானு அந்த ഫോട്ടോவை ഷെയർ பண்ணுறேன். ഹോസ്പിറ്റലിൽ കണ്ട സമയം ഫോൺ ആരുടെ കയ്യിലാണ്? ബാലയുടെയും കോകിലയുടെയും പഴയൊരു ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബാലയും ആദ്യ ഭാര്യയായ അമൃതയും ഒരുമിച്ച് നിൽക്കുന്നതാണ് ചിത്രം. ഈ ഫോട്ടോയിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്. കോകിലയുടെ മുഖച്ഛായയാണ് കുട്ടിക്കുള്ളത്. മാമാപ്പൊണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്ന പേരിൽ മലയാളി പാപ്പരാസിസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഫോട്ടോ. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബാലയും ഭാര്യ കോകിലയും. താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ ലീക്കായ ചിത്രമാണെന്നും അതിന് പിന്നിൽ ആരാണെന്ന് അറിയാമെന്നും ബാല പറയുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഫോണിൽ നിന്ന് ചിത്രം ലീക്കായി. അതിന് പിന്നാലെ താൻ പോകുന്നില്ല. ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ ആരോ ഉണ്ട്. നന്നായി കുടുംബജീവിതം കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയാണ്. കോകിലയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയല്ല. എനിക്ക് ജീവിതം തന്നത് കോകിലയാണ്. കോകില കരഞ്ഞാൽ ഞാനും കരയും. അതാണ് ഞങ്ങളെ ലക്ഷ്യം വെക്കുന്നവരുടെ ലക്ഷ്യം, ബാല പറയുന്നു. അതേസമയം സമൂഹമാധ്യമങ്ങളിലൂടെ കോകിലയെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി ബാല രംഗത്തെത്തി. കോകിലയെ വേലക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു എന്നാണ് ബാലയുടെ ആരോപണം. ഇതിന് പിന്നിൽ ആരാണെന്ന് നന്നായി അറിയാമെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ബാല പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. കോകില கொஞ்சம் അപ്സെറ്റ് ആയിരുന്നു. എന്താണ് മീഡിയക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക, ഭയങ്കര വൈറലാവുന്നു. അടുത്തവന്റെ ഭാര്യയെ വേലക്കാരിനൊക്കെ വിളിക്കുമോ, സെർവന്റിനൊക്കെ വിളിക്കുമോ? ഇതാണ് നിങ്ങളുടെ സംസ്കാരം. മറ്റവരുടെ ഭാര്യയെ കുറിച്ച് വേലക്കാരിയുടെ മകനൊക്കെ വിളിക്കുമോ? എന്റെ മാമന്റെ പിന്നെ. അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് നമ്മ പറഞ്ഞാൽ എന്തായിരിക്കും? நான் சொல்றேன், சினிமாவை குறிச்சு സംസാരിക്കും, വ്യക്തിത്വം കുറിച്ച് സംസാരിക്കും, അഭിനയം കുറിച്ച് സംസാരിക്കും, ഒരു പടത്തിന്റെ റിലീസ് കുറിച്ച് സംസാരിക്കും. എങ്ങനെയാണ് ധൈര്യം വരണം നിങ്ങൾക്ക്? എന്റെ ഭാര്യ എന്നെ കണ്ണ് നിറഞ്ഞു. അടുത്തവന്റെ ഭാര്യയെ വേലക്കാരിയും ഒക്കെ വിളിക്കുമോ? അങ്ങനൊക്കെ ഉണ്ടോ? റൂൾസ് ഇവിടെ ഉണ്ടോ? ഈ നാട്ടിൽ ഉണ്ടോ? പിന്നെ കോകിലയുടെ അച്ഛൻ വിളിച്ചു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിലെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം, കാര്യങ്ങൾ, നല്ല പ്രവർത്തനം, ഇവിടെ മലയാളീസ് വേണ്ടിയും വൈക്കത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ? എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല ഇരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല, എന്ത് വേണമെങ്കിലും പറയും. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും? അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും? നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അതാണ് നിങ്ങളുടെ സംസ്കാരം, അല്ലേ? അവർ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. രാഷ്ട്രീയക്കാരന് പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. പൊളിറ്റിക്സിന് ഞങ്ങൾ കൊടുക്കില്ല, അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കേട്ടോ? ഇത് കൊടുത്തവൻ മാപ്പ് പറയണം, മാപ്പ് പറയണം. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ സംസാരിക്കും? ശരി, ഒരുത്തൻ സംസാരിച്ചു, அதை എടുത്തിട്ട് എല്ലാവരും കൂടെ ന്യൂസ് ഇടുക. ഞങ്ങൾക്ക് ഫോൺ കാൽ വരില്ലേ? ഇങ്ങോട്ട് ഫോൺ കാൽ വരില്ലേ? ആദ്യം ഞാനല്ല തുടങ്ങി വെച്ചത്, എതുവുമേ ഞാനല്ല തുടങ്ങി വെച്ചത്. ആദ്യം അത് മനസ്സിലാക്കുക. ആക്ഷൻ ഇസ് ഡിഫറെന്റ്, റിയാക്ഷൻ ഇസ് ഡിഫറെന്റ്. നിങ്ങൾ തുടങ്ങി വെക്കുക, എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യുക. ഒരു മര്യാദ വേണം. നീ എന്താണോ വിചാരിച്ചേ? കോകിലയുടെ കുടുംബം ഏതാന്ന് എനിക്കറിയാവോ? നീ എന്ത് കണ്ടിട്ട് സംസാരിച്ചത്? അങ്ങനെ അറിയാം, നമുക്കറിയാം. ഡയറക്ട് മെസ്സേജ് ടു യു, ഡയറക്ട് മെസ്സേജ് ടു യു. മാപ്പ് പറയണം. ഞങ്ങൾ നിയമത്തിൽ വിട്ടുകൊടുക്കില്ല. അവർ അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടോ? ഇനി തൊട്ട് അടുത്തവന്റെ, എന്റെ കാര്യം മാത്രമല്ല, അടുത്തവന്റെ കുടുംബത്തിൽ കയറി കളിക്കാം. ഡയറക്ട് വാർണിംഗ്, കേട്ടല്ല?